സംസാരിക്കേ. അപ്പോൾ ഗൈസ് കറണ്ട് വന്ന സന്തോഷത്തിലാണ്. ആ ഉള്ളി നന്നായി വഴറ്റി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 2 കഷ്ണം പട്ട കുറച്ച് വലിയ ജീരകം 2 ഗ്രാമ്പൂ ചതച്ചത് ചേർക്കും. മിക്സ് 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 കുറച്ച് കരിവേപ്പില നല്ല കരി വലുത്തൊക്കെയും കുറച്ച് റൊച്ചൊക്കെ വേണ്ട അവിടെ കാണിക്കട്ടെ. അത് പിന്നെ നമുക്ക് ഒരു വീഡിയോ അതിലെടുത്ത് പോകും. അടി പിടിക്കണ്ട. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചേർക്കും. നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും വലിയ ജീരകവും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നല്ല മണം വരുന്നുണ്ട്. മണം അടിച്ച് മങ്ങി നിൽക്കുന്ന
അങ്ങനെയൊന്നും പറയണ്ട. സീരിയസ് ആയിട്ട് ചെയ്യുന്ന സീരിയസ് ആയിട്ട് കോമഡി ഒന്നല്ല. അപ്പം ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അതോളത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു തക്കാലും കൂടി. അത്യാവശ്യം നല്ല എരിവുണ്ട്. നമ്മൾ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മള് കുരുമുളക്, ഒരു 3 കുരുമുളക് പൊടി. മോനെ നമുക്ക് ഗ്രേവി വേണ്ടതിനാൽ നമ്മൾ അതിലേക്ക് ലേശം വെള്ളം ചേർക്കുന്നു. മിക്സ് ചെയ്ത് അതൊക്കെ കണ്ണിന് മുഖത്ത് ശ്രദ്ധിക്കും. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് ഗ്രേവി വേണ്ടതിനാൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. റിപ്പീറ്റിംഗ് വരുന്നുണ്ട്. ഒന്നില്ല, അല്ല കുറച്ച് വെള്ളം ഗ്രേവി വേണ്ടേ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഓഫ് ചെയ്യും. ഇത് നമ്മൾ ചേർക്കണ കാണിക്കണ്ട വെച്ചിട്ട് നമ്മൾ ചേർത്ത് കാണിച്ചതാണ്. ഒന്ന് തിളച്ചതിന് ശേഷം തിളച്ചോ പിന്നെ ഇളക്കണ്ട. നന്നായിട്ട് ഇളക്കണം. ഞാൻ ഒന്ന് തിളക്കട്ടെ. കടുക് വറ ഉണ്ടോ? ഓക്കെ, വേണ്ട. നമ്മള് മലപ്പുറംകാര് മീൻകറി വെക്കുമ്പോ കടുക് ഇടാറുണ്ടോ എനിക്കറിയില്ല. പക്ഷെ കോട്ടയത്ത് സുനിമാമനൊക്കെ മീനൊക്കെ വെക്കുമ്പോ എന്ത് മീൻകറി വെച്ചാലും അതിനകത്ത് കടുക് ഇടാറുണ്ട്. മലപ്പുറംകാർ ഇടാറുണ്ടോ നിൽക്കാറില്ല, ഞങ്ങൾ ഇടാറ്. കറിയുടെ മണം അടിച്ച് മൊത്ത് പിടിച്ചു ക്യാമറമാൻ. എന്റെ വീഡിയോ അവരെടുക്കുന്നു. അതിന്റെ വീഡിയോ പിന്നെ നമുക്ക് നോക്കാം. മഴ പെയ്തിട്ട് നോക്കാം. മഴയത്ത് പോയി ജൂലൈ മാസത്തിൽ ഒരു ചോലക്കൊമ്പ് വ്ളോഗ് ഉണ്ടായിരിക്കുന്നതാണ്. മല്ലിപ്പൊടിയുടെ കുറച്ച് കുറവുള്ളതിനാൽ 1 സ്പൂൺ കൂടി മല്ലിപ്പൊടി വേണ്ടതാണ്. ഉത്തരവാദ 1 സ്പൂണല്ലേ? അത് വിതറിക്കളാം. ശരി, പതുക്കെ മിക്സ് ചെയ്യണേ. മേലത്തേക്ക് തെറിപ്പിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. ആ സാധനം വേണ്ട അത് വലിയ പാത്രം മതി. ചുമരുമ്പോൾ ഒന്നും തെറിക്കാൻ പാടില്ല. തെറിച്ചിട്ടില്ല. ഇനി അത് അവിടെ കിടന്ന് തിളച്ച് വേണം. അമ്മേനെ തെങ്ങൂടി കാണിച്ചു 2-3 സ്പൂൺ തിന്നിട്ട് കുറവോ? അതല്ലേ ഞാൻ ഒന്നിയ്യ ക്രിസ്ത്യന് കൈമൊക്കെ തെറിച്ചിട്ടുള്ളൂ. എന്തുവാ ഇത്? ഹലോ ഗൈസ്, അപ്പോൾ നല്ല തിളതളാൻ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതായി കഴിഞ്ഞ ശേഷം വീഡിയോ കാണിക്കാം. അപ്പൊ നമ്മുടെ ഞണ്ട് കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്.